ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ റൂം ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഒരു ബ്ലൂ കളറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി തുടങ്ങിയാലും അവസാനം എത്താറ് ബ്ലൂ കളറിലാണ്. റൂം കയറിയ മൊത്തത്തിലൊരു ബ്ലൂ മയം, അതാണ് ഞാൻ ഉദ്ദേശിക്കാറ്. ഇത് ആക്ച്വലി ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആക്കിയിട്ട് കണ്ടിട്ട് ചെയ്ത സാധനമാണ്. വേറൊരു കളറിലായിരുന്നു ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അവസാനം എല്ലാത്തതെയും പോലെ ഞാൻ ഇവിടെ ബ്ലൂവിൽ എത്തിയിരിക്കുന്നു. അപ്പം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൽ കടക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ പണ്ടെങ്ങാനും വീട്ടിലെങ്ങാനുള്ള ഗിഫ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ മേലത്തെ പേപ്പർ പറിച്ച് കളഞ്ഞതാ. ആക്ച്വലി നമുക്കൊരു കട്ടിയുള്ള ചട്ട പേപ്പറോ ഒരു കാർഡ്ബോർഡ് കിട്ടിയാലും മതി. ഡയറക്റ്റ് ബ്ലൂ പെയിന്റ് അടിക്കാതെ ആദ്യം വൈറ്റ് അടിച്ച് ഉണങ്ങിയിട്ട് അതിന്റെ മേലെ ബ്ലൂ പെയിന്റ് അടിച്ചാൽ മതി. ഇല്ലെങ്കിൽ എത്ര വട്ടം നമ്മൾ ബ്ലൂ അടിച്ചാലും അത് കാണൂല ക്ലിയർ ആയിട്ട്. അപ്പം ഞാൻ വൈറ്റ് അടിച്ച് പിന്നെ അതിന്റെ മേലെ ഒരു ബ്ലൂ അടിച്ചു കൊടുത്തു. ഇത് ആകാശമായതുകൊണ്ടും വെള്ളയും നീലയും എന്നുള്ള കളർ ആയതുകൊണ്ടും കുഴപ്പമില്ല. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം അടിയിൽ വൈറ്റ് ഇതേപോലെ അടിച്ചു കൊടുക്കണം. മേലെ ഡാർക്ക് ബ്ലൂവും വെച്ച് ഞാൻ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഈ കാർഡ്ബോർഡിന്റെ മേലെ അധികം പെയിന്റ് പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒരുപാട് തവണ പെയിന്റ് അടിച്ചിട്ടുണ്ടായി. എനിക്കധികം ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഉണങ്ങുന്നതിന് വെയിറ്റ് ചെയ്ത് നിന്നുണ്ടായിരുന്നില്ല. ഉണങ്ങിയതിന് ശേഷം മാത്രം പെയിന്റ് അടിക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പെയിന്റ് പിടിക്കും. ഇനി എല്ലാം പെയിന്റ് അടിച്ചിട്ട് ലാസ്റ്റ് ആയിട്ട് ഞാനൊരു വൈറ്റ് കോട്ട് അടിയിൽ ഇങ്ങനെ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവസാനം ഡാർക്ക് ബ്ലൂ മേലെയും വൈറ്റ് അടിയിലും എന്നുള്ള രീതിയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇങ്ങനത്തെ കല്ലാണ്. ഞാൻ പണ്ട് ചെടീൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടി ഇങ്ങനത്തെ കുറച്ച് കല്ല് മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തോണ്ടാണ് ഇത്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ കല്ലില്ലെങ്കിൽ സാധാ നമ്മുടെ കല്ലില്ലേ, കരിങ്കല്ല്, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് പെയിന്റ് അടിക്കാം. ഏകദേശം ഇതേ ഷേപ്പിലുള്ള കല്ല് തപ്പി പിടിച്ചാൽ മതി. ഞാൻ അവസാനം വീടിന് വേണ്ടി യൂസ് ചെയ്തത് കരിങ്കല്ലാണ്. എക്സാക്ട്ലി കരിങ്കല്ലല്ല, സിമെന്റിന്റെ ഒരു കഷ്ണം പോലത്തെ കല്ല് എനിക്ക് കിട്ടിയപ്പോൾ അത് എടുത്തുകൊണ്ടുവന്നതാണ് ഞാൻ. അപ്പം ഇങ്ങനത്തെ കല്ലിൽ മൊത്തം പെയിന്റ് അടിക്കണം. ഞാനിവിടെ ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ എന്നൊക്കെ രീതിയിലാണ് പെയിന്റ് അടിച്ചു കൊടുത്തത്. പിന്നെ കുറച്ച് വെള്ള പെയിന്റും കൂടി കല്ലിന് അടിച്ചു കൊടുക്കണം. പിന്നെ അതിന്റെ മേലെ കുറച്ച് ബ്ലൂ കൊണ്ടുള്ള ഡോട്ടും പിന്നെ ബ്ലൂ അടിച്ച കല്ലിന്റെ മേലെ വൈറ്റ് കൊണ്ടുള്ള ഡോട്ടൊക്കെ വെച്ചിട്ട് മൊത്തത്തിലൊരു ബ്ലൂ സെറ്റപ്പ് ഞാൻ കല്ലിന്റെ മേലെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കളർ ഇഷ്ടം അതേപോലെ ചെയ്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ മൊത്തം ബ്ലൂ സെറ്റപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിനുണ്ട് എല്ലാത്തിലും ബ്ലൂവും വൈറ്റും ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കല്ല് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അതിന്റെ മേലെ ഞാൻ വൈറ്റിൽ ഡോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഒരു ക്യൂട്ടായിട്ട് തോന്നി. ഇനിയിപ്പോൾ ഈ പെയിന്റ് അടിച്ച കല്ലൊക്കെ ഒന്ന് നമുക്ക് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയാലേ വൃത്തിക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഈ പെയിന്റ് അടിച്ച കാർഡ്ബോർഡ് ഞാൻ ഒന്നും കൂടി ഡാർക്ക് ബ്ലൂ വെച്ചിട്ട് പെയിന്റ് അടിക്കുന്നുണ്ട്. പെയിന്റ് ഒക്കെ പിടിച്ചു പോയിണ്ടായി. ഇങ്ങനത്തെ കാർഡ്ബോർഡ് എടുത്തോണ്ടാണോ എന്ന് അറിയില്ല. എത്ര വട്ടം ഞാൻ ഇതിന് പെയിന്റ് അടിച്ചത് എനിക്ക് തന്നെ അറിയില്ല. ഓരോ വട്ടം അടിക്കും തോറും ഉണങ്ങി വരുമ്പോഴത്തേക്ക് അത് കുടിച്ചു പോകും. പിന്നെ വീണ്ടും അടിക്കണം. അതുകൊണ്ട് തന്നെ തുടങ്ങുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് താഴത്ത് വൈറ്റ് മേലെ ഡാർക്ക് ബ്ലൂ എന്നുള്ള രീതിക്കായിരുന്നു. മൊത്തമായിട്ട് അടിച്ചു വന്നപ്പോൾ മൊത്തത്തിലൊരു ബ്ലൂ കളറായി. അപ്പൊ ഇനി ആകാശാന്ന് തോന്നാനുള്ള ഏകമായി മേഘങ്ങൾ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അടുത്തത് മൊത്തമായിട്ട് ഇങ്ങനെ മേഘങ്ങൾ വരക്കാൻ തുടങ്ങി വൈറ്റ് എടുത്തിട്ട്. നന്നായി ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിത് പെയിന്റ് അടിക്കുന്നത്. അതുകൊണ്ട് പെയിന്റ് നല്ലോണം നിൽക്കുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ മേഘത്തിന്റെ ഒരു സെറ്റപ്പിൽ എല്ലായിടത്തിലും ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബ്ലൂവിന്റെ മേലെ ലൈറ്റ് ആയിട്ട് വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊന്ന് ഡെക്കറേഷന് വേണ്ടി ചെയ്തതാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായില്ല. അടിയിൽ ഇതേപോലെ മൊത്തം മേഘങ്ങൾ വരച്ചു കൊടുത്തിട്ട് മേലെ തിരിത്തിരി മേഘങ്ങൾ എന്നുള്ള രീതിക്കാണ് ഞാൻ വരച്ചു കൊടുത്തത്. പിന്നെ മൊത്തത്തിൽ കുറച്ച് വൈറ്റ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ കുഴഞ്ഞെടുത്താൽ മതി, അല്ലെങ്കിൽ ഡോട്ട് ഇട്ടെടുത്താൽ മതി. അതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. മേഘങ്ങൾ വരക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. ജസ്റ്റ് കുറച്ച് മേലെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം മേഘത്തിന്റെ ഒരു രൂപത്തിൽ കിട്ടിക്കഴിയും. പിന്നെ ഞാൻ കല്ല് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്ല് എന്നിട്ട് ഓരോന്നും ഒട്ടിച്ചു കൊടുക്കണം. ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. ബാക്കിയൊക്കെ വെച്ച് ഞാൻ ഒട്ടിച്ച് നോക്കിയിട്ടുണ്ടായി, പക്ഷെ ഒട്ടുന്നുണ്ടായിരുന്നില്ല. ഗ്ലൂ ഗണ്ണും അതേപോലെ ഞാൻ 1-2 വട്ടം ഒട്ടിച്ചിട്ട് പറച്ചിട്ട് പിന്നും ഒട്ടിച്ചതാണ്. പറച്ചിട്ടല്ല, ഒട്ടി ഉണ്ടായിരുന്നില്ല പിന്നും. അപ്പം ഞാൻ വീണ്ടും ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു. ഇപ്പൊ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നിൽക്കുന്നുണ്ട് നല്ലോണം. അപ്പം ഞാനിതൊരു ബലൂണിൽ കെട്ടിക്കൊടുക്കാന്നുള്ള രീതിയിലാണ് വെച്ചുകൊടുത്തത്. അതുകൊണ്ട് ഞാനൊരു ഇങ്ങനത്തെ ഒരു ഡയറക്ഷനിലാണ് വെച്ചുകൊടുത്തത്. അത് കഴിഞ്ഞ് വീട് ഒട്ടിക്കാൻ വേണ്ടി ഒരു കല്ല് വേണം. ഞാനിത് സാധാ കല്ലാണ് എടുത്തത്. അതിൻ്റെ മേലെ പെയിന്റ് അടിച്ച് കൊടുത്തതാണ്. അപ്പം ഞാൻ ഇതേപോലെ ബ്ലൂ കളറിൽ പെയിന്റ് അടിച്ചു കൊടുത്തിട്ട്, സാധാ കല്ലായതുകൊണ്ട് കുറച്ചധികം നേരം പെയിന്റ് അടിക്കേണ്ടി വന്നു. വീട് ഏകദേശം എവിടെയാണോ വെക്കുന്നതെന്ന് നോക്കിയിട്ട് അവിടേക്ക് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. ഞാൻ വീട് വരക്കേണ്ട കല്ലും അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തം എല്ലാ സ്റ്റോണിൽ നിന്നും ഇതേപോലെ ഇങ്ങനെ ബലൂണിൻ്റെ ലൈന് വരച്ചു കൊടുക്കണം. അത് ഞാൻ ആക്ച്വലി കുറച്ച് പാടുപെട്ടുണ്ടായി. എൻ്റെ കയ്യിൽ ഭയങ്കര ചെറുതായിട്ടുള്ള ബ്രഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ലൈന് വേണം. പെന്ന് വൈറ്റിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തും വരച്ചാൽ മതി. എൻ്റെ കയ്യിൽ പെന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് അത് വരച്ചെടുത്തത്. ഇനി അടുത്ത പണി ഈ കല്ലിന് നമുക്കൊരു വീടാക്കി എടുക്കണം. വീടെന്താ ആകാശത്തൂടെ പറക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതൊരു ഡെക്കറല്ലേ, നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കൂടെ. അപ്പൊ വീടിന് കൊടുക്കാനുള്ള ഡെക്കറേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേലെ ഞാൻ ഇതേപോലെ ഒരു യു ഷേപ്പിൽ ബ്ലൂ കൊണ്ട് വരച്ചിട്ട് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി വാതിലും പിന്നെ 2 ജനലും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു വീടിന്റെ ലുക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു മിസ്സിങ് ഉള്ളതുപോലെ തോന്നി. ഇപ്പം ഞാൻ ആ മേലെ അടിച്ച ബ്ലൂ ഇല്ല, അതിൻ്റെ മേലെ ഞാൻ കുത്തു കുറച്ച് വൈറ്റ് കൊണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായി. ഈ ജനൽ ഞാൻ വൈറ്റ് കൊണ്ടാണ് വരച്ചു കൊടുത്തത്. പിന്നെ വാതിലിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് കൊണ്ട് ഒരു വരയും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ മേലെ ഞാനൊരു ബോ വരച്ചിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട്. ഒരു പേപ്പറിൽ ബോ വരച്ചിട്ട് ബ്ലൂ കൊണ്ട് വരച്ച് പെയിന്റ് അടിച്ചിട്ട് അതിൻ്റെ മേലെ വൈറ്റ് കൊണ്ട് ഡോട്ട് ഇട്ടെടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഞാനത് ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒന്ന് പൊന്തി നിൽക്കും.
ഇനിയിപ്പോൾ മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ പിന്നും മേഘങ്ങൾ എല്ലായിടത്തിലും വരച്ചെടുക്കുന്നുണ്ട്. എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സിങ് ഉള്ളതുപോലെ തോന്നിയിട്ടാണ് മൊത്തത്തിൽ മേഘങ്ങൾ പിന്നും വരച്ചെടുത്തത്. പിന്നെ ഞാൻ ഓൾറെഡി വരച്ചതൊക്കെ പോയിട്ടുണ്ടായി നേരത്തെ. അപ്പോൾ ഞാൻ വീണ്ടും മൊത്തത്തിൽ മേഘങ്ങൾ വരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ വരച്ച പോലെ വൈറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ മേഘങ്ങൾ വരച്ചെടുക്കണ്ടെന്നുണ്ടെങ്കിൽ പഞ്ഞി ഒട്ടിച്ചെടുത്താൽ മതി. ഞാൻ അവസാനം മൊത്തത്തിൽ എന്തോ ഒരു മിസ്സിങ് ഉള്ള പോലെ തോന്നി. അടിയിൽ കുറച്ച് പഞ്ഞിയും കൂടി വൈറ്റിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ക്യൂട്ടായിട്ടുള്ള പോലെ എനിക്ക് തോന്നി. എൻ്റെ കയ്യിൽ അതിന് മാത്രം പഞ്ഞി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തില്ല. ഒന്നും കൂടി പറയുന്നത്, എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രം പെയിൻ്റ് അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ മൊത്തം കയ്യിലാവും. അപ്പം മൊത്തം പഞ്ഞിയും എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഏകദേശം ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഡെക്കർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.